പ്രിയ കൂട്ടുകാരെ, രണ്ട് വീട്ടുകാർ തമ്മിലുള്ള തർക്കത്തിന് ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടുന്നതിന്റെ കാരണം നിങ്ങളൊക്കെ അറിയാം. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 9-ാം വാർഡ് തോപ്പിപ്പടി ചേരാമ്പേര് റോഡ്. ആ റോഡിലൂടെ നിരവധി ആൾക്കാർ പോകുന്ന റോഡാണ്. കാരണം അതിന് തൊട്ട് സമീപത്താണ് എറിയാട് 63 നമ്പർ SNDP ശാഖ. അപ്പം അതിലെ പോകുന്ന ആൾക്കാർക്ക്, കൈതപ്പാടത്തിന് പോകുന്നവർക്ക് എല്ലാവർക്കും എളുപ്പവഴിയാണ്. ഇത് കൂടാതെ ഈ റോഡിന്റെ സൈഡിലാണ് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡ് മെമ്പർ ശാന്തമ്മ ഫിലിപ്പോസിന്റെ വീട്. അപ്പോൾ അവരൊറ്റയ്ക്കാണ് താമസിക്കുന്നത്. അപ്പം അവരുടെ വീടിന് തൊട്ട് വാതിൽ, അപ്പോൾ അവിടെ ഭയങ്കരമായിട്ട് ചെളി പിടിച്ച് മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിലെ ആൾക്കാർക്ക് നടന്നു പോകാൻ പറ്റില്ല. ഒരു വെള്ളക്കെട്ടാണ്. രണ്ട് സൈഡിലും കയ്യാലയും, നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് കാണിക്കാം. രണ്ട് സൈഡിലും ഒരാൾ മതിൽ കെട്ടിയിരിക്കുന്നു, ഒരാൾ ഒരു സൈഡിൽ കയ്യാലയുണ്ട്. ഈ നടുക്ക് വെള്ളം കെട്ടി നിന്നിട്ട് ഒരു മനുഷ്യർക്ക് അതിലെ പോകാൻ മേല. ഞാനും മിക്കപ്പോഴും അതിലെ എളുപ്പത്തിന് പോകുമ്പോഴത്തേനും, മിക്കപ്പോഴും വണ്ടിയായിട്ട് പോകുമ്പോഴത്തേനും വണ്ടിയുടെ വീല് വരെ മുങ്ങുന്നത്ര വെള്ളം അവിടെ വരും. പിന്നെ ഒരുപാട് ആൾക്കാരതിലെ പോകുന്ന പിള്ളേരാണേലും പോകുന്നവർ, അല്ലെ സ്ത്രീകളാണേലും പോകുന്നവർ ഈ വെള്ളത്തിൽ കൂടെ നടന്ന് വേണം പോകാൻ വേണ്ടി. കാരണം അതൊരു മുട്ടറ്റം വെള്ളമോളം വരും, ചെളിയും കൂടെയാണ്. അപ്പോൾ ആ വെള്ളത്തിൽ ചവിട്ടാതെ ഒരു കാരണവശാലും അപ്പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ ഒരു ചെറിയ തർക്കം എന്ന് പറയുന്നത്, ഈ നടുക്ക് ഒരു ചെറിയൊരു ഓവുചാലുണ്ട്. അത് വർഷങ്ങളായിട്ട് ഇങ്ങനെ ഈ കുറച്ച് വെള്ളം അതിലെ പൊക്കോണ്ടിരുന്നു. അത് അടച്ചു. ഒരു കൂട്ടർ മതിൽ കെട്ടി അടച്ചു, ഒരു കൂട്ടർ കയ്യാല കെട്ടി അടച്ചു. അപ്പോൾ അവിടെ താമസിക്കുന്ന, ഞാനൊരു പ്രാവശ്യം ഇതിന് വീഡിയോ ഇട്ടാണ്. വാർഡ് മെമ്പറുടെ വീടിന്റെ വാതിൽ മോശമായിട്ട് കിടക്കണമെന്നും പറഞ്ഞ് വീഡിയോ ഇട്ട. അപ്പം മെമ്പർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കൊച്ചെ, പുള്ളിക്കാരത്തി ഒരു സാധുവാണ്, അപ്പം അവരുടെ വീടിന്റെ വാതിലാണ് ഇങ്ങനെ കിടക്കുന്നത്. അപ്പം എന്നോട് പറഞ്ഞ്, ഞാൻ ഇതിനിട്ട് പോകാവുന്നതിന്റെ പല വഴി പോയതാണ്, ഇതുവരെ എനിക്ക് അനുകൂലമായിട്ട് ഒരു ഇതും കിട്ടുന്നില്ല. ഈ ഇതിന്റെ ഒരു വെള്ളക്കെട്ടിന് തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പഞ്ചായത്ത് അധികാരികളോടും അവിടുത്തെ സെക്രട്ടറിയോടും എല്ലാം പലവട്ടം പറയും. ഇത് പഞ്ചായത്ത് കമ്മിറ്റി വരെ ചർച്ച വന്നതാണ്. അപ്പോൾ എനിക്ക് അനുകൂലമായിട്ടൊരു ഈ വെള്ളക്കെട്ട് പരിഹരിച്ച് ഈ വഴിയൊന്ന് ഇത്ര ഭാഗം ഒന്ന് കോൺക്രീറ്റ് ചെയ്യാനൊരു പാട് കാര്യത്തിന് വേണ്ടി പോയിട്ട് ഇതുവരെ തീരുമാനമായില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാനിപ്പോൾ മെമ്പറെ വിളിച്ചപ്പോഴത്തേന് പറഞ്ഞു, പൊങ്ങമ്പാറ വാർഡിൽ ഇപ്പം 2 വർക്ക് നടക്കുന്നുണ്ട്. ഒന്ന് ഗ്രാമവികസന സമിതിയുടെ അവിടെയാണ്, അത് 1 ലക്ഷം രൂപയുടെ വർക്കാണ്. പിന്നെ ഒരു ഇത് കാവാലച്ചിറയിലാണ്, അതും 1 ലക്ഷം രൂപയുടെ വർക്കാണ്. ഒരു ചെറിയൊരു തൊണ്ടാണ്. അത് രണ്ടും ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ അതുകൂടാതെ ഇപ്പോൾ ഒരു 1.5 ലക്ഷം രൂപയുടെ വർക്കാണ് ഇവരുടെ വീടിന്റെ വാതിൽ, ഈ മെമ്പറുടെ വീടിന്റെ വാതിൽ ചെയ്യുന്നതിന്. കാരണം അവിടുത്തെ വെള്ളക്കെട്ടെന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർക്ക് ആ ഒരു കോൺക്രീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് പ്രയോജനപ്രദമായ ഒരു കാര്യമാണ്. പക്ഷേ ഈ രണ്ട് വീട്ടുകാർ തമ്മിലുള്ള തർക്കത്തിൽ അതുകൊണ്ട് അവിടെ കോൺക്രീറ്റ് ചെയ്യണ്ട എന്നുള്ളതാണ് ഇപ്പം പഞ്ചായത്ത് എടുത്തിരിക്കുന്ന തീരുമാനം. കാരണം ഇത് കേസിൽ കിടക്കുന്നു. ഇപ്പം 2 കൂട്ടരും കേസ് കൊടുത്തിരിക്കുകയാണ്. ഈ വെള്ളം ഒഴുകിപ്പോകുന്നതിന്റെ പ്രശ്നത്തിൽ പേർക്കാണ് കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കാരണം ഹൈക്കോടതി കേസ് നിലനിൽക്കുന്നതുകൊണ്ട് ഈ കേസുള്ള വസ്തുവിൻ്റെ അവിടെ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നീട് പൊളിക്കേണ്ടി വരുമോ എന്നൊക്കെ ആരും വർക്ക് എടുക്കുന്നില്ല. അത് കാരണം ഇപ്പോഴത്തെ അവിടുത്തെ വർക്ക് പെൻഡിങ് ആക്കി നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ 1.5 ലക്ഷം രൂപയുടെ വർക്ക് ഇപ്പം നമ്മുടെ വാർഡിൽ ചെയ്യുന്നില്ല, 9-ാം വാർഡിൽ ചെയ്യുന്നില്ല. എൻ്റെ വാർഡും കൂടെയാണ്. അപ്പം ഈ 2 പേരുടെ തമ്മിലുള്ള തർക്കത്തിന് ഒരു നാട്ടുകാർ മുഴുവനാണ് ഇതിനകത്ത് ബലിയാടാകുക എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇതിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുന്നത്? ഇതിന്റെ പോംവഴി എന്ന് പറയുന്നത് ഇവരുടെ തർക്കമൊന്നും നോക്കേണ്ട കാര്യമുണ്ട്. വീട്ടുകാരാണ് ഒരു റോഡിന്റെ കാര്യം തീരുമാനിക്കുന്നത്. പഞ്ചായത്ത് റോഡ് ചെയ്യാനുള്ള അധികാരം പഞ്ചായത്തുകാർക്കുള്ളതാണ്. അപ്പോൾ കേസും ഇതൊക്കെ വേറൊരു വഴിക്ക് കിടക്കും. അപ്പോൾ അത്ര ജനങ്ങൾക്ക്, ഇത്രയും ജനങ്ങൾ ഇതിന് നടന്നു പോകുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവർക്ക് ചെയ്തു കൊടുക്കാനുള്ളതിന് ഈ വീട്ടുകാരെ സംരക്ഷിക്കുകയാണ്. ഇവർ ഇതിന് ചെയ്യാൻ പറ്റുകയാണെന്നും പറഞ്ഞ് കേസ് കൊടുത്തിരിക്കുന്ന വീട്ടുകാരെ സംരക്ഷിക്കുകയാണോ ഇവിടുത്തെ നിയമം? നിങ്ങളൊന്ന് ചിന്തിക്കുക, ഇതിനൊരു മറുപടി പറയുക. ഞാൻ മെമ്പറെ വിളിച്ചപ്പോഴത്തേന് ഇത് ചെയ്യാൻ പറ്റുകയാണെന്നുള്ള മറുപടി കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് പ്രമോദ് കുര്യാക്കോസിനെ വിളിച്ചു. അദ്ദേഹം വിളിച്ചപ്പോൾ അദ്ദേഹം പഞ്ചായത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പം തൊട്ടടുത്ത് AE ഉണ്ടായിരുന്നു. AEയുടെ ഫോൺ കൊടുത്ത് എന്നോട് സംസാരിച്ചു. അപ്പോൾ ഇന്ന പോലെയാണ് പ്രശ്നം, അതുകൊണ്ട് അവിടെ കോൺക്രീറ്റ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ കോൺട്രാക്ടർമാർ എടുക്കുന്നില്ല, അതുകൊണ്ട് അവിടെ കോൺക്രീറ്റ് കേസ് നിലനിൽക്കുന്നതുകൊണ്ട് അവിടെ ചെയ്യേണ്ടെന്നുള്ളതാണ് തീരുമാനമെന്ന് പറഞ്ഞ്. അപ്പോൾ ഇത് ഇവരുടെ ഒരു 2 കൂട്ടരെ തർക്കം, 2 വീട്ടുകാർ തമ്മിലുള്ള തർക്കത്തിന് ഒരു നാട്ടുകാർ മുഴുവൻ പോകുന്നൊരു വഴി, അത് ചെയ്യണ്ടെന്ന് പറയുന്നതിൻ്റെ അകത്ത് എന്ത് ന്യായമാണെന്നുള്ളത് മനസ്സിലാകുന്നില്ല. ഇത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡ് തോപ്പിൽപ്പടി ചേരാമ്പേരിൽ റോഡാണ്. ഈ റോഡിൽ ഇവിടം വരെ കോൺക്രീറ്റ് ഉണ്ട്. ഇത്ര ഭാഗമാണ് ഈ കോൺക്രീറ്റ്, ഇവിടം തൊട്ടുള്ള ഭാഗത്താണ് വെള്ളക്കെട്ട് രൂക്ഷമാകുന്നത്. ഇവിടെ തൊട്ടടുത്ത വീട്ടുകാരുടെ മതിലും അതുപോലെ തൊട്ടടുത്ത് കയ്യാല് ഇവുണ്ട്. ഇവിടെ വെള്ളം ഒഴുകി പോകാൻ വേണ്ടി ഇതിലെയാണ് വെള്ളം ഒഴുകി പോകുന്നത്. അപ്പോൾ ഇത് ഇവിടെ അടച്ചിരിക്കുകയായിരുന്നു, അതെല്ലാം ഇടിച്ചു കളഞ്ഞു. അപ്പം വെള്ളം ഇപ്പോൾ ഇതിലെയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്ര ഭാഗം കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് 1.5 ലക്ഷം രൂപ പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ചിരിക്കുന്നത്.
അപ്പോൾ അതാണ് തടസ്സപ്പെട്ട് നിൽക്കുന്നത്. ഒരുപാട് ആൾക്കാർ നടന്നു പോകുന്ന റോഡാണ് ഇത്. മീനടം പാമ്പാടി റോഡ്, അതും അതുപോലെ തന്നെ ഈ തോപ്പിപ്പടി ചേരാമ്പേ റോഡ് കണ്ട് ഇത്ര ഭാഗത്താണ് അതിരൂക്ഷമായ വെള്ളക്കെട്ടാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇപ്പം മഴയില്ലാത്തതുകൊണ്ടാണ്. ഒരു മഴ പെയ്താൽ ഇതിലെ വണ്ടിയും കൊണ്ട് പോകാൻ മേലാത്ത പോലെ വെള്ളക്കെട്ടാണ്. തൊട്ടടുത്തൊരു IPCയുടെ ഹോളുണ്ട്, അവരുടെ പ്രാർത്ഥനാലയമുണ്ട്. ഇവിടെ വരുന്ന ആൾക്കാരും എല്ലാം ഈ റോഡിൽ തന്നെയാണ് വരുന്നത്. അത് തന്നെയല്ല, ഇവിടം കടന്നിട്ട് വേണം നമ്മുടെ മെമ്പറുടെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി. 9-ാം വാർഡ് മെമ്പർ ഇതുണ്ട്. ഇവിടുന്ന് തൊട്ടടുത്ത പറമ്പാണ് 9-ാം വാർഡ് മെമ്പർ ശാന്തമ്മ ഫിലിപ്പോസിൻ്റെ വീട്. അപ്പോൾ ഇവിടെ ഇത്ര ഭാഗത്താണ് തർക്കം നിലനിൽക്കുന്നത്. ഇതാണ് കേസിലേക്ക് പോയിരിക്കുന്നത്. ഈ രണ്ട് വീട്ടുകാർ തമ്മിൽ, മെമ്പറുടെ വീട്ടുകാരും ഈ തൊട്ടടുത്ത വീട്ടുകാരും തമ്മിലുള്ള കേസും പ്രശ്നമാണ്. അതുമൂലമാണ് ഇപ്പോൾ ഇവിടെ ഈ വഴിപ്പണി നിർത്തിവെച്ചിരിക്കുന്ന പറഞ്ഞാൽ അനുവദിക്കാതിരിക്കുന്നത്. ഒരുപാട് ആൾക്കാർ നടന്നു പോകുന്ന ഒരു വഴി ഈ ഒരു തർക്കത്ത് മൂലം ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത്, ഇത് എവിടെയെങ്കിലും നിങ്ങളിങ്ങനെ ഒരു കാര്യം കേട്ടിട്ടുണ്ടോ? കാരണം തൊട്ടടുത്ത രണ്ട് വീട്ടുകാർ തമ്മിലുള്ള തർക്കം കാരണം ഒരു വഴിപ്പണി നിൽക്കുക എന്ന് പറഞ്ഞാൽ, ഇത് പഞ്ചായത്ത് റോഡാണ്. പഞ്ചായത്ത് റോഡ് ഇത്രയും ഉണ്ടോ? ഇതിലെ ജൽജീവൻ്റെ പൈപ്പിൻ്റെ കുഴിയെടുത്ത് പോയിരിക്കുന്നതാണ് ഒരു സൈഡിൽ കൂടെ. ഈ മെമ്പറുടെ വീട്ടോട്ട് പോകുന്ന റോഡാണ്. അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, തോപ്പിൽപ്പടി ചേരാമ്പേര് റോഡ്, മെമ്പർ ഡോക്ടർ ശാന്തമ്മ ഫിലിപ്പോസ്. ഇതാണ് തർക്കം മൂലം പണി ചെയ്യാതെ ഇട്ടിരിക്കുന്ന 9-ാം വാർഡിലെ റോഡ്. ഈ മതിൽ കെട്ടിയ വീട്ടുകാർ ഇതിൻ്റെ റീസർവേ എടുത്തപ്പോഴത്തേന് അവർ കോടതി വിധി സമ്പാദിച്ചുകൊണ്ടാണ് അവർ അവിടെ മതിൽ കെട്ടിയത്. കാരണം അവിടെ പുറമ്പോക്കില്ല, തൊണ്ടില്ലെന്നുള്ള ബോധ്യപ്പെട്ടുകൊണ്ടാണ് അവർ മതിൽ കെട്ടിയത്. ഇപ്പോൾ പഞ്ചായത്ത് സർവേ നടത്തി കഴിഞ്ഞപ്പോഴത്തേന് ഇവിടെ ഈ തൊണ്ടില്ലെന്നുള്ളതാണ് പഞ്ചായത്തിൻ്റെ അകത്ത്. 10-50 വർഷമായിട്ട് വെള്ളം ഒഴുകിക്കൊണ്ടിരുന്ന തൊണ്ട് എതിലേ പോയെന്ന് ആർക്കും അറിയത്തില്ല, ഒരു രേഖയിലും ഇല്ല. ഇപ്പം പൊതുജനം പെരുവഴിയിലായെന്ന് പറഞ്ഞ പോലെ പൊതുജനം എന്ത് ചെയ്യാമെന്നറിയാതെ നിൽക്കുന്നു. ഇതാണ് നമ്മുടെ ഇവിടുത്തെ അവസ്ഥ. പഞ്ചായത്തിലെ പറഞ്ഞു ഇവർ തമ്മിലുള്ള തർക്കം തീരുകയാണെങ്കിൽ വഴി പണിയാന്ന് പറഞ്ഞു. ഈ രണ്ട് വീട്ടുകാർ തമ്മിലുള്ള തർക്കം തീർന്നിട്ട് എന്ന് വഴി പണിയുമെന്നുള്ളത് ആരെക്കൊണ്ട് പറയാൻ പറ്റും? വല്ലാത്തൊരവസ്ഥ തന്നെയാണ് നമ്മുടെ നാട്ടിലെ. എന്നാൽ ഈ തർക്കിക്കുന്ന രണ്ട് കൂട്ടർ ഒന്ന് ചിന്തിക്കണ്ടേ? അവരുടെ വീടിന്റെ വാതിലാണ് ഇങ്ങനെ നശിച്ചു കിടക്കുന്നുള്ള ചിന്തിക്കണ്ടേ? ഇത് നന്നായി കിടന്നാലല്ലേ അവർക്കും പ്രയോജനമുള്ളൂ. എന്നാലും ഒരു വാശി എന്ന് പറഞ്ഞാൽ എന്നാ ചെയ്യാൻ പറ്റും മനുഷ്യൻ്റെയൊക്കെ? പണ്ട് പ്രളയം വന്നപ്പോഴത്തേന് ജലം ആരോടും അനുവാദം ചോദിക്കാതെ മൊത്തം കയറി ഇറങ്ങിപ്പോയാൽ ഇത്രയൊക്കെ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യം. ഇത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 9-ാം വാർഡ് ഗ്രാമവികസന സമിതി പൊങ്ങൻപാറ റോഡാണ്. ഇവിടെ ഇതുപോലെ തന്നെ അതിരൂക്ഷമായ വെള്ളക്കെട്ടൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പോൾ അത്ര ഭാഗത്താണ് ഇപ്പം 1 ലക്ഷം രൂപ മുടക്കി വാർഡ് മെമ്പർ ഡോക്ടർ ശാന്തമ്മ ഫിലിപ്പോസിൻ്റെ നേതൃത്വത്തിലാണ് ഈ 1 ലക്ഷം രൂപ മുടക്കി ഇവിടുത്തെ മെയിൻ്റനൻസ് വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പണി തീർന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ കാവാലച്ചിറയിലും 1 ലക്ഷം രൂപയുടെ വർക്കുണ്ട്. ഈ വഴി വന്നുകൊണ്ട് ഈ വീട്ടുകാർക്കെല്ലാം ഇതിലെ നല്ല രീതിയിൽ നടക്കരുതോ? വെള്ളക്കെട്ടും എല്ലാം ഒഴിവായി കിട്ടത്തില്ലേ? ഇത്രയൊക്കെ ഉള്ളു കാര്യങ്ങൾ. പക്ഷെ അതിന് ബോധം വേണം. ഇത് കാവാലച്ചിറയിലുള്ളൊരു ചെറിയ റോഡാണ്. ചെറിയ റോഡെന്ന് പറഞ്ഞാൽ ഒരു തൊണ്ടാണ്. ഒരുപാട് ആൾക്കാർ നടന്നു പോകുന്ന ഒരു റോഡാണ്. അത് 1 ലക്ഷം രൂപ മുടക്കി ഇതിൻ്റെ ഏറെക്കുറെ പകുതി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനിയും ബാക്കി 1 ലക്ഷം രൂപയും കൂടെ ഉണ്ടെങ്കിലേ ഉള്ളൂ അപ്പുറത്തോട്ട് എത്തത്തുള്ളൂ. നമ്മുടെ പഞ്ചായത്തിൻ്റെ പല വാർഡുകളിൽ ഇതുപോലെയുള്ള ചെറിയ ചെറിയ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് കുറച്ച് ഭാഗം കൂടെ ചെയ്യുകയാണെങ്കിൽ ഈ റോഡ് കംപ്ലീറ്റ് ആവും.
ഇത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ 12ാം വാർഡാണ്. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ വാർഡും കൂടെയാണ്, പ്രമോദ് കുര്യാക്കോസിന്റെ. ഇവിടെ 2,60,60,000 രൂപ മുടക്കിയാണ് ഇവിടെ ഒരു മെയിൻ്റനൻസ് വർക്ക് ചെയ്യുന്നത്. ഇത് കോൺക്രീറ്റ് ചെയ്ത റോഡായിരുന്നു. ഇത് ജൽജീവന്റെ പൈപ്പിന് വേണ്ടി പൈപ്പിടാൻ വേണ്ടി കുഴി വെട്ടിപ്പൊട്ടിച്ചതാണ്. അന്നേരം തകർന്നതാണ്. അപ്പോൾ അതിൻ്റെ മെയിൻ്റനൻസ് വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് അവിടെ കോൺക്രീറ്റ് ചെയ്തതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നുകൊണ്ട് ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് പൂർത്തിയാവും. ഇവിടം വരെയാണ് ഇപ്പം ചെയ്യുന്നത്. 2,60,60,000 രൂപയുടെ വർക്കാണ്. ഇവിടുന്ന് ഇടത്തോട്ട് തിരിയുന്നതാണ് അഞ്ചേരിപ്പുരിയാവ് ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി. ഇപ്പം ഞാൻ പണി നടക്കുന്ന സമയത്ത് ചെന്നപ്പോഴത്തേന് എടുത്ത വീഡിയോ ആണ് ഇത്. പുതുപ്പള്ളി പഞ്ചായത്തിൻ്റെ വർക്ക് ചെയ്യുന്ന മാണിച്ചനാണ് ഇതിൻ്റെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇന്ന് ഒരു ദിവസം കൊണ്ട് പണി തീരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഉച്ചയായപ്പോഴത്തേന് ഏറെക്കുറെ റോഡിൻ്റെ പകുതിയോളം ഇതായി. ഇത് മെയിൻ്റനൻസ് വർക്ക് തന്നെയാണ്. മീഡിയ പബ്ലിക്കിന് വേണ്ടി പ്രവർത്തിക്കണം, പബ്ലിസിറ്റിക്ക് വേണ്ടി ആവരുത്. Yeah.